Hey, what's happening people? This is Liquid N3. Welcome back to my new video. മച്ചന്മാർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BS3 KTM RC390യുടെ മൈ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഈവനിങ് ടൈമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ നമുക്ക് നോക്കാം. ഒരു 34,002 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ റൺ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ലോ ഫ്യൂവലിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മൾ 1 ലിറ്റർ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ പെട്രോൾ വെച്ചിട്ട് വണ്ടി ഓടി തീരുമ്പോൾ എന്നിട്ട് നമ്മൾ ബാഗിലുള്ള 1 ലിറ്റർ പെട്രോൾ വണ്ടിയിൽ ഒഴിച്ചിട്ട് ബാക്കി ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ GoPro കാര്യങ്ങളില്ല, അപ്പോൾ റണ്ണിങ് ഷോട്ട്സ് കുറവായിരിക്കും. കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. ഇനി ഞാൻ എനിക്ക് പെട്രോൾ തീർന്നിട്ടുള്ള ഷോട്ട് കാണിച്ചു തരാം. ഈ മച്ചന്മാരെ അപ്പോൾ ഈ വണ്ടിയുടെ ഫ്യൂല് ഫുള്ള് തീർന്നേക്കാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മീറ്ററിൽ MT എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്ക് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സെൽഫ് എടുക്കുന്നില്ല, ഫുള്ളി പെട്രോൾ MT ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ട്രിപ്പ് റീസെറ്റ് ചെയ്യാം. ട്രിപ്പ് റീസെറ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് 0 ആക്കിയിട്ട് ട്രിപ്പ് 2. ബാക്കി ഞാൻ നിങ്ങൾക്ക് ഫ്യൂവൽ ഒഴിച്ച് കണ്ടുള്ള കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ പെട്രോൾ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റ് 1 ലിറ്റർ ഫ്യൂവലാണ് നമ്മൾ മേടിച്ചത്. കുറച്ച് ഫ്യൂവൽ കുറച്ച് താഴെ പോയി, നമ്മൾ ഒഴിച്ചതിൻ്റെ ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഫ്യൂവല് നമ്മൾ ഒഴിച്ചു. അപ്പോൾ എന്നാലും വാണിംഗ് സ്റ്റിൽ റിമൈനിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടിയിലൊന്നും ആവത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ 1 ലിറ്റർ ഒഴിച്ചേക്കാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്കി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റൈഡ് ചെയ്തിട്ട് കുറച്ച് ദൂരം എത്തി. അപ്പോൾ നൈറ്റായി ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി പെട്രോൾ തീർന്നപ്പോൾ ഓഫായി നിന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഇത്രയൊക്കെ മൈലേജ് വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ലേ വണ്ടി. ഞാൻ നിങ്ങൾക്ക് മൈലേജ് കാണിച്ചു തരാം. നമ്മൾ ഈ ട്രിപ്പ് 1 സെറ്റാക്കി ഇട്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് നമുക്കൊരു 25 അടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മുടെ BS3 RC390യുടെ മൈലേജ് എന്ന് പറയുന്നത് 25.4 ആണ് കാണിക്കുന്നത്. നമുക്ക് ട്രിപ്പ് 1-ൽ ട്രിപ്പ് 2-ൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈലേജ്. നമ്മൾ ഓൾമോസ്റ്റ് റൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 70 km/h നമ്മൾ റൈഡ് ചെയ്ത് 6th നമ്മൾ ഗിയർ ഇടയ്ക്ക് ഇട്ടു. ബാക്കി 3rd 4th 5th ആ റേഞ്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ലോ സ്പീഡ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 km/h ആണ്. പിന്നെ മാക്സിമം 70-77 ആ റേഞ്ചിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഒരു 60-50 കീപ്പ് ചെയ്ത് നമ്മൾ ഓടിച്ച് അത്യാവശ്യം നമുക്ക് മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും മൈലേജ് കിട്ടിയത്, അതൊരു BS3 മെഷീനിൽ. അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി KTM ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.